ഹരേ കൃഷ്ണ, ജയശ്രീ, രാധേ രാധേ. എല്ലാ ഭക്തമനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവ്വം ഭക്തിപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. വൈഷ്ണവ സുദർശനത്തിൽ ധൻതേരസ് മുതൽ അമ്മ മഹാലക്ഷ്മി ദേവിയുടെ അവതാര ദിവസം മുതൽ ലക്ഷ്മീ ദേവിയുടെ അഷ്ടോത്തരം ജപിച്ച് അമ്മയെ പ്രാർത്ഥിച്ച് ഉപാസിക്കുകയാണ്. ഈ ഉപാസനയിൽ പങ്കെടുക്കുന്ന എല്ലാ ഭക്തമനസ്സുകളുടെയും എല്ലാവിധ ദുഃഖങ്ങളും ഇല്ലാതെയായി ജീവിതത്തിലെ മേൽക്കുമേൽ അഭിവൃദ്ധി ഉണ്ടാവുന്നതാണ്. കാരണം അത്ര വിശേഷപ്പെട്ടതാണ്, ശ്രേഷ്ഠമായതാണ് ദേവി ഉപാസന, ദേവി ആരാധന എന്ന് പറയുന്നത്. അമ്മ ലക്ഷ്മീ ദേവിയെ ഹൃദയത്തിൽ തൻ്റെ സ്വന്തം അമ്മയായി കണ്ടുകൊണ്ട് അമ്മയെ നമ്മുടെ വീട്ടിൽ പൂജിച്ച് ആരാധിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കുടുംബം, അങ്ങനെയുള്ള വീടുകൾ ആ നാടിനു മുഴുവൻ ഐശ്വര്യം പ്രദാനം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തലത്തിലേക്ക് ആ വീട് തന്നെ മാറും. നമുക്കറിയാം, ചില വ്യക്തികൾ ചില നാടിന് തന്നെ ഒരു പ്രകാശമായിരിക്കും, ഒരു വിളക്കായി മാറും. അതുപോലെ തന്നെയാണ് ചില വീടുകളും. ആ വീട്ടിലുള്ള ഓരോ കൊച്ചു കുട്ടികൾ പോലും ആ നാടിന് വേണ്ടിയിട്ട് നന്മ ചെയ്യാനുള്ള ഒരു വെമ്പൽ ഉള്ളവരായിരിക്കും. അത് തന്നെയാണ് യഥാർത്ഥത്തിലുള്ള ഒരു ഈശ്വരീയത എന്ന് പറയുന്നത്. അമ്മയുടെ തിരുനാമം ജപിക്കുന്ന എല്ലാവർക്കും, അമ്മയുടെ തിരുനാമം കേൾക്കാനുള്ള മനസ്സുള്ള, അമ്മ അനുവദിച്ച് നൽകിയിട്ടുള്ള, അമ്മയുടെ തിരുനാമം കേൾക്കണമെങ്കിലും അമ്മയുടെ തിരുനാമം ജപിക്കണമെങ്കിലും അമ്മ അനുവദിക്കുന്ന ഭക്തമനസ്സുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ലക്ഷോപലക്ഷം കോടിക്കണക്കിന് ജനങ്ങൾ ഉള്ള നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു കാര്യം, ഈ ഒരു ജപം, ഈ ഒരു യജ്ഞം പോലെ 108 ദിവസം നീണ്ടു നിൽക്കുന്ന, തുടർച്ചയായിട്ട് ഉള്ള ഈ 108 ദിവസത്തെ ഒരു ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട്, ലോകത്തിൽ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും അനുഭവിക്കുന്ന ഭക്തമനസ്സുകൾക്ക് വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുള്ള ഈ ഒരു യജ്ഞത്തിൽ പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളത് തന്നെ അമ്മയുടെ അനുഗ്രഹം ഉള്ളവർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, അമ്മയുടെ ഒരു അനുഗ്രഹം ഉള്ള ഏത് വ്യക്തിക്കും ഞാനെന്നുള്ള ഒരു ഭാവം ഇല്ലാത്തവരാണ്. അതുപോലെ തന്നെ അവരുടെ ബുദ്ധി എന്ന് പറയുന്നത് ആ കർമ്മഫലങ്ങളിൽ ഒട്ടിപ്പിടിക്കാത്തതുമാണ്. അതുമാത്രമല്ല, അമ്മയുടെ ഭക്തന്മാരെല്ലാവരും ഈ പ്രപഞ്ചത്തിലുള്ള സർവ വസ്തുക്കളെയും സർവഭൂതജാലങ്ങളെയും ആ ഒരേ വസ്തുവിനെ തന്നെ, ആ സത്യവസ്തുവിനെ തന്നെയാണ്, ഒരേ സത്യത്തെ തന്നെയാണ് കാണുന്നത് എന്നുള്ളതാണ്. അതായത് അദ്വൈത സിദ്ധാന്തം എന്ന് പറയും. അതായത് അദ്വൈതം, ദ്വൈതം ഇല്ലാത്ത ഒരു ഭാവം. എല്ലാം, ഈ പ്രപഞ്ചം മുഴുവൻ അമ്മയുടെ ശക്തി ചൈതന്യ കിരണങ്ങളാണ് ഓരോ ജീവനിലും വെളിവായി വരുന്നത്, വ്യക്തമായി വരുന്നത്. അപ്പം ഈ ഒരു കാഴ്ചപ്പാടാണ് അമ്മയുടെ തിരു ആരാധനയിലൂടെ ഓരോ ഭക്തൻ്റെ ഉള്ളിലും തെളിഞ്ഞു വരുന്നത്. ആ വ്യക്തി ജീവിച്ചിരിക്കുന്നത് തന്നെ അയാൾക്കും അതുപോലെ തന്നെ ഈ ലോകത്തിനും ആനന്ദത്തിന് വഴിയൊരുക്കുന്നു എന്നുള്ളത് പരമമായിട്ടുള്ള ഒരു സത്യമാണ്. അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ശുദ്ധമായിട്ടുള്ള ഹൃദയത്തിൽ രാഗദ്വേഷങ്ങൾ ഒഴിഞ്ഞു മാറി അകമേ തന്നെ ഒരു ശാന്തമായിട്ടുള്ള ശീതളമായിട്ടുള്ള ബുദ്ധിയോടുകൂടി
ഈ ജഗത്തിനെ, ഈ പ്രപഞ്ചത്തിനെ ഒരു സാക്ഷീഭാവത്തിൽ നോക്കിക്കാണുന്നത് അയാളുടെ ജീവിതവും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിനും അതിയായിട്ടുള്ള ഒരു ആനന്ദം, അതിരറ്റ ഒരു ആനന്ദത്തിന് വഴിയൊരുക്കുന്നതുമാണ്. രാഗദ്വേഷം എന്ന് പറഞ്ഞാൽ ആരോടെങ്കിലും രാഗം എന്ന് പറഞ്ഞാൽ ഒരു ആകർഷണം, ദ്വേഷം എന്ന് പറഞ്ഞാൽ ആരോടെങ്കിലും ഒരു വെറുപ്പ്. അപ്പം ഇതൊന്നുമില്ലാതെ ഈ പ്രപഞ്ചത്തിന് ഇതെല്ലാം ഭഗവാന്റെയും അമ്മയുടെയും, ഭഗവാൻ പരബ്രഹ്മവും അമ്മ ഈ പ്രകൃതിയുമാണ്. അപ്പം ഇതെല്ലാം ആ പരബ്രഹ്മത്തിൻ്റെ ഓരോരോ ഭാവങ്ങളിലൂടെയാണ് എന്നുള്ള ഭാവനയിലൂടെ ആ രാഗദ്വേഷങ്ങളില്ലാതെ ആരാണോ ജീവിക്കുന്നത് അവർ ജീവിക്കുന്നത് അവരുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക്, ഈ ലോകത്തിന് മുഴുവൻ ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പം അത്ര മഹനീയമായിട്ടുള്ള ഭക്തി ഉപാസനയാണ് ദേവി ഉപാസന എന്ന് പറയുന്നത്. അമ്മ മഹാലക്ഷ്മി ദേവിയെ ഹൃദയത്തിൽ കണ്ടുകൊണ്ട്, നമ്മുടെ സ്വന്തം അമ്മയായിട്ട് കണ്ടുകൊണ്ട് ഭാവന ചെയ്ത് അമ്മയെ സ്നേഹിക്കുക. അമ്മയെ നമുക്ക് എത്രമാത്രം സ്നേഹിക്കാനായിട്ട് സാധിക്കുമോ അതുപോലെ അമ്മയോട് സംസാരിക്കുക. അമ്മയുടെ മടിയിൽ അമ്മയുടെ കുഞ്ഞുങ്ങളാണെന്നുള്ള രീതിയിൽ ആ ഒരു ഭാവന എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. നമ്മൾ അമ്മയുടെ മക്കളാണ്. അപ്പം അമ്മയുടെ മക്കളായ നമുക്ക് നമ്മുടെ മറ്റുള്ള ഒരു തരത്തിലുള്ള ചിന്താഗതികളും നമ്മളെ അലട്ടുകയില്ല. മറ്റ് മോശം വഴിയിലേക്ക് നമ്മുടെ ജീവിതം പോവുകയില്ല. കാരണം അമ്മയുടെ മക്കളാണ് നാം. അപ്പോൾ അമ്മയുടെ മടിയിലിരുന്നിട്ട് അമ്മയുടെ ആ മുഖത്തേക്കൊന്ന് നോക്കുക. അപ്പോൾ ആ കണ്ണുകളിൽ അമ്മയുടെ ആ ഒരു സ്നേഹം, ആ ഒരു ദയ, ആ ഒരു കരുതൽ, ആ ഒരു സ്നേഹം, ആ ഒരു മാതൃഹൃദയം എത്രമാത്രം നമുക്ക് വേണ്ടിയിട്ട് നന്മ ചെയ്യാനായിട്ട് അമ്മയുടെ ഹൃദയം വെമ്പുന്നുണ്ടെന്ന് അറിയാൻ സാധിക്കും. ഇതൊക്കെ ഹൃദയത്തിൽ ഭാവന ചെയ്യണം. അല്ലാതെ നമ്മുടെ ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടി മാത്രം പൂജയും വഴിപാടും നടത്തി ആഗ്രഹ സാധൂകരണത്തിന് ശേഷം ക്ഷേത്രത്തിലും പോകാതെ നാമജപവുമില്ലാത്ത വീടുകളായിട്ട് ഹിന്ദു ഭവനങ്ങൾ അധപ്പതിച്ചു പോകാൻ പാടില്ല. എപ്പോഴും ഹൃദയത്തിൽ, നമ്മുടെ വീട്ടിൽ അമ്മയുടെ, ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാവണം. ആ വീടുകളൊക്കെ എപ്പോഴും ഐശ്വര്യമായിരിക്കും. അവിടെയൊന്നും ഒരിക്കലും ഒരു അസ്വാരസ്യങ്ങളും ദുർമരണങ്ങളും ഒന്നും സംഭവിക്കുകയില്ല. കാരണം അമ്മയുടെ സാന്നിധ്യം ഉള്ള സ്ഥലത്ത്, ഭഗവാന്റെ സാന്നിധ്യമുള്ള സ്ഥലത്ത് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഊർജത്തിനും ഇരിക്കാൻ സാധ്യമല്ല. കാരണം ഭഗവാൻ പരിശുദ്ധമാണ്, ശുദ്ധ മുക്ത ബുദ്ധ സ്വരൂപമാണ് ഭഗവാന്റെയും അമ്മയുടെയും ആ ഒരു ചൈതന്യം എന്ന് പറയുന്നത്. അപ്പം അത്ര മഹത്തായിട്ടുള്ള ആ ഒരു ചൈതന്യം ഇരിക്കുന്ന സ്ഥാനത്ത് മറ്റ് കലിദോഷങ്ങളൊന്നും ബാധിക്കുകയില്ല. അമ്മയെയും ഭഗവാനെയും കുറിച്ച് പറഞ്ഞാൽ എത്ര മണിക്കൂർ പറഞ്ഞാലും തീരുകയില്ല, പറഞ്ഞാൽ നിർത്താനായിട്ട് തോന്നുകയുമില്ല, എത്ര പറഞ്ഞാലും മതി വരികയുമില്ല. പക്ഷേ നമ്മുടെ സമയം അധികരിച്ചു പോകുന്നതിനാൽ തൽക്കാലം നാമജപത്തിലേക്ക് കടക്കാം. ഇന്നത്തെ നാമത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അമ്മയുടെ നാമം ലോക ശോകവിനാശിന്യേ നമ എന്നുള്ള തിരുനാമമാണ് ഇന്ന് ജപിക്കുന്നത്. അതായത് അമ്മ ഈ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത് ഈ ലോകത്തിൻ്റെ ശോകം, അതായത് ദുഃഖത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ഭാവനയിൽ ആ ഒരു ഭാവം മനസ്സിൽ കണ്ടുകൊണ്ട് എന്തെങ്കിലും ശോക മോഹങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ പോകാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ നിലവിൽ എല്ലാവിധ സന്തോഷത്തോടും കൂടി നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാനായിട്ട്
അമ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഈ നാമം ജപിച്ച് പ്രാർത്ഥിക്കുക. അതിനു മുമ്പായി ഭഗവാന്റെയും അമ്മയുടെയും ചേർന്നുള്ള തിരുനാമങ്ങൾ കുടുംബ ഐശ്വര്യത്തിന് വേണ്ടി, നമ്മുടെ സന്തോഷത്തിനും സമാധാനത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി ജപിച്ച് 5 പ്രാവശ്യം ജപിച്ച് നമ്മുടെ ഇന്നത്തെ ജപത്തിലേക്ക് കടക്കാം. ഓം ശ്രീ ലക്ഷ്മീ നാരായണായ നമഃ. 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 ഇന്നത്തെ ഈ ജപം കേൾക്കുന്ന, ഈ ജപത്തിൽ പങ്കെടുക്കുന്ന, ഏതെങ്കിലും ഒരു സമയത്തായിട്ട് അമ്മയുടെ ഉപാസന ജപിച്ച് ചെയ്യുന്ന എല്ലാ ഭക്തമനസ്സുകളും അമ്മയുടെ തിരുനാമം കുറഞ്ഞത് 5 പ്രാവശ്യമെങ്കിലും എഴുതുക. ലിഖിത ജപമായിട്ട് എഴുതി സൂക്ഷിക്കുക. നമ്മുടെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ബുക്കിലോ എഴുതി സൂക്ഷിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. ഓം ലോകശോകവിനാശിന്യേ നമഃ. 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 ഓം ലോകശോകവിനാശിന്യേ നമഃ.
ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. ഓം ലോകശോകവിനാശിന്യേ നമഃ. എല്ലാ ഭക്തമനസ്സുകളുടെയും എല്ലാവിധ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് ഭഗവതി അമ്മയുടെ അനുഗ്രഹിച്ച് നല്ല ഒരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഭഗവാനോടും അമ്മയോടും പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ നന്മകളും ഐശ്വര്യവും സന്തോഷവും നിറഞ്ഞ നന്മയുള്ള നല്ലൊരു ജീവിതം എല്ലാ ഭക്തമനസ്സുകൾക്കും ഉണ്ടാവണമേ എന്ന് ഭഗവതി അമ്മയോട് ഹൃദയം ഉരുകി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി. നമസ്തേ.